ജിൻഡോ ജോൺ, ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ പല വിഷയങ്ങൾ വരുന്നുണ്ട്. അതിൽ ഈ കേവലമായ അവസാന നിമിഷം വരുന്ന ഏതെങ്കിലും വൈകാരിക വിഷയമോ വിവാദ വിഷയമോ ഒക്കെ ആയിരിക്കുമോ വിധിയെ നിർണ്ണയിക്കുക? ഇനി 7 ദിവസമുണ്ട് ഏറ്റവും നിർണായകമായ പാലക്കാട് തെരഞ്ഞെടുപ്പിന്. 20-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നേ ഉള്ളൂ. നാളെ ഇ പി ജയരാജൻ പാലക്കാട്ട് പി സരിന്റെ ഈ പ്രചരണം ഉദ്ഘാടനം ചെയ്യാൻ അല്ലെങ്കിൽ പ്രചരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഇ പി ജയരാജൻ പി സരിനെ കുറിച്ച് എന്തോ അപഖ്യാതി പറഞ്ഞു എന്ന് ഇന്ന് പറയാമെങ്കിൽ നാളെ സരിന്റെ പ്രചരണ യോഗത്തിലേക്ക് ഇ പി ജയരാജൻ വരികയാണ്. അല്ല അഭിലാഷേ, ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത്തരത്തിൽ പെട്ടെന്നുണ്ടാകുന്ന സംഭവങ്ങളും ജനങ്ങൾ വിലയിരുത്തും. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ 8.25 വർഷം അവർക്ക് കൊടുത്തിട്ടുള്ള, പിണറായി സർക്കാർ കൊടുത്തിട്ടുള്ള വികസന നേട്ടങ്ങളെയൊക്കെ എണ്ണി പറയാൻ പറ്റുന്നത് കൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അറിയാം ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്നൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. ഈ സംസ്ഥാന സർക്കാരിനെതിരെ നിരന്തര സമരങ്ങളുമായിട്ട് തെരുവും നിയമസഭയും നിറയുന്ന പ്രതിപക്ഷത്തിനുള്ള വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് ഞങ്ങൾ പറയുകയല്ലേ. അതുപോലെ പറയാൻ LDFനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി പറയുന്ന പാർട്ടിയുടെ പ്രതിനിധികൾക്ക് സാധിക്കില്ല. അങ്ങനെ ഒരു ആത്മവിശ്വാസം അവർ ഒരു സ്ഥലത്തും പ്രകടിപ്പിക്കുന്നതായിട്ട് കാണുന്നില്ല. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പോലും അത് പറയുന്നില്ല. ഇനി ഞാൻ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം. ഇവിടെ അരുൺകുമാർ പറയുന്നത് എന്താ, ഈ കണ്ടന്റ് എൻ്റെ അല്ല എന്ന് ഇ പി ജയരാജൻ പറയുന്നു. പണ്ടൊരു സിനിമയിൽ ജഗതി ശ്രീകുമാർ പറഞ്ഞ പോലെയാ, ഇത് എൻ്റെ ഗർഭമല്ല, എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറയുന്ന പോലെയാണ് ഇ പി ജയരാജന്റെ പരിപ്പോടയും കട്ടൻ ചായയും ഇങ്ങനെയല്ല എന്ന് പറയുന്നു. അതിന് അരുൺകുമാർ സാധൂകരിക്കാൻ വേണ്ടി പറഞ്ഞ് ഇ പി ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചു എന്നാണ്. ഇ പി ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചത് അരുൺകുമാറിന്റെ വാദപ്രകാരം ഇ പി ജയരാജന്റേതല്ലാത്ത കണ്ടന്റ് പ്രസിദ്ധീകരിച്ച DC ബുക്സിനെതിരെയാണ്. അപ്പൊ അരുൺകുമാറിന്റെ വാദം ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. അരുൺകുമാറെ, പിണറായി വിജയന്റെ പറയാത്ത പ്രസ്താവന പ്രസിദ്ധീകരിച്ച ഹിന്ദു പത്രത്തിനെതിരെയും അങ്ങനെ പ്രസ്താവന പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പണിയെടുത്ത PR ഏജൻസിക്കുമെതിരെ എന്തുകൊണ്ടാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കേസെടുക്കാത്തത്? പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരള മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് വക്കീൽ നോട്ടീസ് അയക്കാത്തത്? അതും കൂടി ഒന്ന് നിങ്ങൾ പറയണ്ടേ. ഇനി അരുൺകുമാർ തന്നെ വക്കീൽ നോട്ടീസിനെ ഖേദം പ്രകടിപ്പിച്ചല്ലോ. ഇവിടെ ഈ വക്കീൽ നോട്ടീസിലെ ആവശ്യവും നിങ്ങൾ നിർവ്യാജമായി ഖേദം പ്രകടിപ്പിക്കണം എന്നുള്ളതാണ്. ഖേദം പ്രകടിപ്പിച്ചില്ലെങ്കിലല്ലേ അടുത്ത കാര്യം. അല്ല, ഹിന്ദുവിന്റെ ഖേദം പ്രകടിപ്പിച്ചപ്പോൾ അടുത്ത അതിലും വലിയ പണി കിട്ടിയില്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് PR ഏജൻസി ഉണ്ടെന്നും ആ PR ഏജൻസി പറഞ്ഞ വാർത്തയാണ് ഹിന്ദു പത്രം കൊടുത്തതെന്നും കേരളത്തിന്റെ പൊതുസമൂഹം വീണ്ടും അറിഞ്ഞില്ലേ? അപ്പൊ ആ ഖേദം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിർഗന്ധലയ്ക്ക് അടി കൊടുക്കുന്നതിന് തുല്യമായിരുന്നല്ലോ. ഇനി അരുൺകുമാർ പറഞ്ഞാൽ ഏതറ്റം വരെയും വക്കീൽ നോട്ടീസുമായിട്ട് പോകുമെന്നാണ് ഇവർ പറയുന്നത്. ശോഭാ സുരേന്ദ്രനെതിരെ അയച്ച വക്കീൽ നോട്ടീസിന്റെ അറ്റം എവിടം വരെയായി? ഇൻഡിഗോ വിമാനത്തിനെതിരെ നടത്തിയ പോരാട്ടം എവിടെ അവസാനിപ്പിച്ചു? ഇനി അരുൺകുമാർ തന്നെ തൃക്കാക്കര ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് പരസ്യമായിട്ട് ലൈവായിട്ട് വെല്ലുവിളിച്ച് പിറ്റേ ദിവസം വക്കീൽ നോട്ടീസ് അയക്കുന്നത് ഞാൻ കണ്ടതാ, ആ വാർത്ത കണ്ടതാ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ അരുൺകുമാറെ. ആ വക്കീൽ നോട്ടീസിന്റെ അറ്റം എവിടം വരെ എത്തി എന്ന് നിങ്ങൾ പറയണ്ടേ? ഇനി ഞാൻ ചോദിക്കുന്നതേ, നിങ്ങൾ ഇപ്പൊ BJPയുടെ പ്രതിനിധി പറഞ്ഞു ഓഫീസ് അടിച്ചു പൊളിക്കുന്ന കാര്യം. അപ്പൊ നിങ്ങൾ വല്ലാത്ത രീതിയിൽ അതിനെ പ്രകോപനപരമായിട്ടാണ് സ്വീകരിച്ചത്. എന്തുകൊണ്ടാ? തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ ഓഫീസ് അടിച്ചു പൊളിക്കാറില്ല, തെരഞ്ഞെടുപ്പ് ഇല്ലാത്തപ്പോൾ അടിച്ചു പൊളിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആർഷോയുടെ എഴുതാത്ത പരീക്ഷയ്ക്ക് 100 മാർക്ക് കിട്ടിയതിനെ കുറിച്ചിട്ടുള്ള വാർത്ത KSU പ്രവർത്തകർ ലൈവായിട്ട് ഒരു മാധ്യമത്തിലൂടെ പറഞ്ഞപ്പോൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ ഗൂഢാലോചനയ്ക്ക് കേസെടുത്തവരല്ലേ നിങ്ങൾ? ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഓഫീസ് അടിച്ചു പൊളിച്ചവരല്ലേ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഓൺലൈൻ യൂട്യൂബ് ചാനലിന്റെ ഓഫീസിൽ കയറി ലാപ്ടോപ്പും ക്യാമറയും പെൻഡ്രൈവും സകലമാന സാധനങ്ങളും അവിടുത്തെ സാനിറ്റൈസർ വരെ എടുത്തുകൊണ്ട് പോയതല്ലേ? അല്ലല്ല, ഞാൻ വഴങ്ങുന്നില്ല. ഞാൻ താങ്കൾ കുറെ പറഞ്ഞതല്ലേ, എനിക്ക് പറഞ്ഞു തീർത്തിട്ട് വേണം എന്നിട്ട് വഴങ്ങാം. ഈ ലാപ്ടോപ്പും സാനിറ്റൈസർ വരെ എടുത്തുകൊണ്ട് പോയ പാർട്ടിയല്ലേ നിങ്ങൾ? അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പൊ അടിച്ചു പൊളിക്കാത്തതെന്ന് സാമാന്യ യുക്തിയുള്ള ആർക്കും തോന്നാവുന്ന കാര്യമുള്ളൂ. ഇനിയിപ്പോ ഒരു കാര്യം വ്യക്തമായി, 2 ജയരാജന്മാരുടെ ആത്മകഥ പുറത്തു വന്നപ്പോൾ ഏകദേശം ഈ പാർട്ടി ഒരു പരുവത്തിലായി. ഇനി ആ ശോഭിക്കുന്ന ജയരാജന്റെ ആത്മകഥ കൂടി പുറത്തു വന്നാൽ ഏകദേശം അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നിങ്ങൾ പറയുന്നത് ഈ കോൺഗ്രസ് നേതാക്കന്മാര് CPMന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഏത് കുടുംബത്തെ മാഷെ? ഒരു പെൻഷൻ കാശ് കൊണ്ട് IT കമ്പനി തുടങ്ങാൻ പറ്റുന്ന അത്ര വലിയ ശേഷിയുള്ള കുടുംബത്തെ ഭീഷണിപ്പെടുത്താൻ കോൺഗ്രസ് നേതാക്കന്മാർ ആരുമായിട്ടില്ലെന്നേ. ഒരു നേതാവിന്റെ ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ട് വൈദേഹം പോലെ ഒരു റിസോർട്ട് പണിയാൻ പറ്റുന്ന അത്തരത്തിലുള്ള നേതാക്കന്മാരുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്താൻ ഞങ്ങൾ ആരുമായിട്ടില്ല. ഞാൻ പൂർത്തിയാക്കട്ടെ അഭിലാഷ്, ഒരൊറ്റ വാചകം കൂടിയേ ഉള്ളൂ. ഈ പത്തനംതിട്ടയിലെ CPMന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക Facebook പേജിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വന്ന ആ വീഡിയോ അത് ഹാക്കിംഗ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തായി? കേരളത്തിലെ പോലീസ് അന്വേഷിച്ചിട്ട് എന്താ നടപടി? ഇവിടെ ഞങ്ങൾക്ക് DC ബുക്സിനെ വിശ്വാസമാണെന്ന് പറയുന്നത്. DC ബുക്സ് ദേശാഭിമാനി പത്രത്തെ പോലെയല്ല, കൈര
കൈരളി ചാനലിനെ പോലെയല്ല. അതുകൊണ്ട് 2 ഒപ്പും 4 കത്തും ഉണ്ടെന്ന് പറയുന്ന നിങ്ങളുടെ മറ്റേ പ്രശാന്തിന്റെ കേസ് എന്തായി? നിങ്ങൾ കോൺഗ്രസിന്റെ ഒപ്പില്ലാത്ത കത്തിന്റെ പുറകെ നടന്നില്ല 1.5 ആഴ്ച. 2 ഒപ്പ് ഉണ്ട്, വേറെ പല എണ്ണം ഉണ്ടെന്ന് പറയുന്ന ആ പ്രശാന്തിന്റെ കത്തിന്റെ പുറകെ കൂടി ഒന്ന് അരുൺകുമാർ പോണം. ആ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഒരു നീതി കിട്ടട്ടെ. ഒപ്പില്ലാത്ത കത്തിന്റെ പുറകെ പോകുന്ന പാർട്ടി, നിങ്ങളുടെ പാർട്ടി BJP-യുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് പണ്ടൊരു കത്തയച്ചതും ഈ സമയത്ത് വാർത്തയായിട്ടുണ്ട്. അതുകൂടി പറയണം അരുൺകുമാറെ. ശരി.